ഹായ് ഫ്രണ്ട്സ്, ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് പോയാലോ? വേറെ ആർക്കല്ല, ഇന്നെൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എന്താ വെള്ളിക്കീൽ, ഞാനും അമ്മയും ധനുഷും ഹസ്ബൻഡും കൂടിയാണ് വന്നിട്ടുള്ളത്. വെള്ളിക്കീൽ പാർക്കിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആൾ ചെറിയ കലിപ്പിലാണ് കേട്ടോ ഉള്ളത്. അതായത് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളീനെ വിദഗ്ധമായി ഇങ്ങോട്ടേക്ക് എത്തിച്ചതാണ് കേട്ടോ. അപ്പം കേക്കും കൊണ്ട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനെ രണ്ടാൾക്കാരോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സജി ആൻഡ് സൗരവ്. അപ്പോൾ അവർ രണ്ടാൾ കേക്കും കൊണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഈ രണ്ട് വ്യക്തികളോട്, അതായത് സജി ആൻഡ് സൗരവിനോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നതാണ് കേട്ടോ. കാരണം വേറെ ഒന്നല്ല, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ മുടക്കൊന്നും പറയാണ്ട് അവരെനിക്കത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കേക്ക്. അപ്പോൾ നമ്മൾ ഇനിയും കുറച്ച് ആൾക്കാർ വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇവർ കുറച്ച് ആൾക്കാരും കൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അതോ നമ്മളെല്ലാവരും നേരത്തെ ഒരു വിളിച്ചില്ലാത്ത സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നല്ല വെളി ഉള്ള സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്, അതായത് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് കേക്ക് കൊടുത്തിട്ട്. ഇനി ഒരാളെയും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അവർ വന്ന ഉടനെ തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യും കേട്ടോ. അവർ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് എൻ്റെ കയ്യിലൂടെ ഒരു ജീവിയൊക്കെ അഴിഞ്ഞു പോകുന്നുണ്ട്. വെള്ളിക്കീൽ പാർക്കിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം തന്നെ നമുക്കിത് വെള്ളവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. നല്ല വൈബാണ് കേട്ടോ ഇവിടെ രാത്രിയിലൊക്കെ ഇങ്ങനെ വന്നിരിക്കാനായിട്ട്. നമ്മൾ ചില ഇതിലൊക്കെ നമ്മളിവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ കാത്തു നിന്ന് നമുക്ക് ബോറടിച്ചപ്പോൾ അവർ തേനുണ്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. പിന്നെ കാത്തു നിന്ന് ആൾക്കാർ എത്തിയിട്ടുണ്ട് എല്ലാവരും. ഇനി നമുക്കുടനെ കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ കേക്ക് കട്ട് ചെയ്തു. ഈ ഒരു ചെറിയ നമ്മുടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം എത്തിയപ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമായിരുന്നു കേട്ടോ. കാരണം അപ്രതീക്ഷിതമായിട്ടാണ് ഇവരൊക്കെ എത്തിയെങ്കിൽ കൂടി നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകുമ്പം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. ധനുഷ് ആണെങ്കിൽ ഇന്ന് എന്തോ ഒരു എന്താ പറയുക ചടപ്പാണ് അവൻ്റെ ഫീലിങ്സ് ഉണ്ടായത്. കാരണം കുറേ ആൾക്കാരെ കണ്ടിട്ടാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല, എല്ലാവരും അറിയുന്നവർ തന്നെയാണ്. പക്ഷേ പുള്ളിക്ക് എന്തോ ഇന്നത്തെ ഒരു മൂഡ് ശരിയല്ലാത്ത പോലെ ആയിരുന്നു കേട്ടോ. ഈ പാർക്കൊക്കെ ഇവിടെ ഇങ്ങനെ കളിക്കേണ്ടതുകൊണ്ടാണെന്നറിയില്ല, മൊത്തത്തിലൊരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട്, അതായത് സർപ്രൈസ് ആണല്ലോ, ചെറിയ കാര്യമാണെങ്കിൽ കൂടി നമ്മൾ സർപ്രൈസ് ആണല്ലോ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ മേഘേച്ചീൻ്റെ അടുത്ത്, അതായത് കണ്ണപുരത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയ ആളാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു മേഘേച്ചീൻ്റെ അടുത്ത് എത്താൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം എടുത്താലും പ്രശ്നമില്ല, അതിന് മുന്നേ ആയിട്ട് നമുക്ക് വെള്ളിക്കലൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ, പുടവാന്ന് പറഞ്ഞിട്ട്, അവിടത്തേക്ക് പോകണം. അതായത് അച്ഛനും അമ്മയും ധനുഷുവിന് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നതിന് വിഷുക്കോടി. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് മെല്ലനെ മേഘേച്ചിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. അല്ലാണ്ട് നമ്മൾ കണ്ണപുരത്തേക്ക് എന്ന് പറയുമ്പോൾ കണ്ണപുരം വേറെ റൂട്ടാണല്ലോ. അപ്പോൾ വെള്ളിക്കൽ വന്ന് ഈ ഷോപ്പിൽ നിന്ന് ഇതൊക്കെ എടുത്ത് അതിന് ശേഷം നമുക്ക് മേഘേച്ചിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പുള്ളീനെ ഇവിടെ എത്തിച്ചത്. പിന്നെ നമ്മൾ പുടവേന്ന് ഡ്രസ്സൊക്കെ എടുത്ത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറച്ച് സമയമുണ്ട്, കാരണം ഇവർ വരാൻ വേണ്ടിയിട്ട്, കേക്കും കൊണ്ട് ഇവർ വരാൻ വേണ്ടി കുറച്ച് സമയമുണ്ടല്ലോ. അപ്പോൾ അത്ര വരെ നമ്മൾ കുറച്ച് സമയം കുറച്ച് സമയം നമുക്കിവിടെ പാർക്കിൽ ചിലവഴിച്ചിട്ട് മേഘേച്ചിൻ്റെ അടുത്ത് പോവാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചെറിയ ദേഷ്യമാണ് കേട്ടോ നേരത്തെ കണ്ടത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അതായത് നിങ്ങൾ വേറെ എവിടെയോ പോകണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങും പരിപാടിയും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതെല്ലാവരെയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽ ഈ കൂട്ടത്തിൽ രണ്ടാൾക്കാർ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എന്തോ തലവേദന എടുക്കും അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു. ഞാനത് ഇവിടെ എത്തിയപ്പോഴാണ് കണ്ടത്. കരുതി അവർ വരുമായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ അവർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഫുഡ് കഴിക്കാൻ വരുന്ന ഒരു മെയിൻ സ്പോട്ട് തന്നെയാണിത്. കാരണം അത്യാവശ്യം നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ എല്ലാ ഫുഡും. അപ്പോൾ ഇവിടെ ഞാൻ വന്നാൽ എപ്പോഴും നോക്കുന്നത് ഈ ഒരാളെയാണ് കേട്ടോ. ഈ പൂച്ച ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് നോക്കുക. ഇത് ഇത് ഭയങ്കര ആക്റ്റീവായിരുന്നു. ഇന്ന് ഇത് മൊത്തത്തിലൊരു ശോകം പിടിച്ച മട്ടിലാണുള്ളത്. അല്ലെങ്കിൽ നമ്മളവിടെയൊക്കെ എന്തെങ്കിലും കടിക്കാൻ തരുമോ എന്നുള്ള രീതിക്ക് നമ്മളടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടോ കേട്ടോ. അപ്പോൾ ഇതാണ് സായു, ധനുഷുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. സായന്തിക എന്നാണ് ഈ മോളുടെ പേര്. അപ്പോൾ ഇവരെയൊക്കെ ഫോട്ടോ എടുക്കൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡിന് വെയിറ്റിംഗ് ആണ്. ഫസ്റ്റിൽ തന്നെ നമ്മുടെ
കുട്ടികൾക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്, അതവർ കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. അമ്മ ചില്ലിയും പൊറോട്ടയാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇതിൽ ഞാൻ ഓർഡർ ചെയ്തതാണ് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഫുഡ്. ഇവരൊക്കെ കഴിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതാ ഹസ്ബൻഡ് അപ്പവും മറ്റേ ചില്ലിയൊക്കെയാണ് കഴിക്കുന്നത്. ഞാൻ അൽഫാമും ഒരു പൊറോട്ടയാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. 2 എണ്ണം ഞാൻ ഒരെണ്ണേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ 2 എണ്ണമാണ് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായത്. എനിക്ക് പൊറോട്ട ഒറ്റയൊന്നും അല്ലാണ്ട് അതിൽ കൂടുതൽ കഴിക്കുമ്പോൾ എന്തോ പോലെ തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ അച്ഛനുള്ള പാർസൽ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി നമ്മളെല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കോടി കാണിച്ചോട്ടെ വെച്ചു, കോടി കാണിച്ചോട്ടെ, വിഷുക്കോടി കാണിച്ചോ അച്ഛ, വിഷുക്കോടി കാണിക്കുന്നെ വേഗം കാണിക്ക്. ആ വിഷുക്കോടി അങ്ങനെ ഇടുവാ. അങ്ങനെയാ, അടിപൊളി. ധൻഷുവിൻ്റെ വിഷുക്കോടിയാണ് അച്ഛനും അമ്മയും വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ധൻഷു വന്ന പാടെ തന്നെ നമ്മൾ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ്. ബർത്ത്ഡേ സെലിബ്രേഷൻ ഇഷ്ടമായോ? എന്താണ് ആദ്യമായിട്ട് സർപ്രൈസ് കിട്ടുന്നു. ഇതേവരെ സർപ്രൈസ് ഉണ്ടായില്ല, ആദ്യമായിട്ട് തന്നെ. ഇപ്പൊ നമ്മളെ എൻ്റെ പിറന്നാളിന് ഇപ്പം കല്യാണവും 2 കുടിയലും അങ്ങനെയെല്ലാം ആയിരിക്കും. അപ്പോൾ വിചാരിക്കാത്ത സർപ്രൈസ് ആയിപ്പോയി. താങ്ക് യു.